ഈ ബിഗ് ബോസ് വീടിന് ഇനി ക്യാപ്റ്റൻ ഉണ്ടാവില്ല. എന്നാലും കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെ കാരണസഹിതം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അനിമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നെവിനെയാണ് പറഞ്ഞത്. കാരണം നെവിൻ കഴിഞ്ഞ വട്ടം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോയി അഗ്രഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ബിഗ് ബാങ് എന്ന ഒരു ഇതിൽ അവന് പങ്കെടുക്കാൻ പറ്റിയില്ല. അവന് കുറേ പോരായ്മകളുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അവനുണ്ടാക്കിയിരുന്നു. ലാലേട്ടൻ അവൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിരുന്ന ഒരു ആഴ്ച കൂടിയായിരുന്നു. അതിനെയൊക്കെ ഓവർകം ചെയ്ത് അതൊക്കെ മാറ്റിവെച്ച് എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാം മാറ്റി ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാനും ഏറ്റവും നല്ലതായ പോസിറ്റീവായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ അടുക്കാനും ഒക്കെ ശ്രമിച്ചു. അതേപോലെ തന്നെ അനുമോളുമായിട്ട് പാച്ചപ്പായി. അനുമോൾ കിച്ചണിൽ നിന്ന് മാറിയപ്പോൾ സ്വന്തം റിസ്കിൽ അല്ലെങ്കിൽ കിച്ചൺ ഏറ്റെടുക്കാമെന്ന തയ്യാറെടുപ്പോടെ മുൻപോട്ട് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനുമോൾ മാത്രം നമ്മുടെ അനീഷേട്ടനെയാണ് പറഞ്ഞത്. കിച്ചണിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു, വെസലിലും ഫ്ലോറിലും ഒക്കെ ചെയ്തു. അതുപോലെ ടാസ്കുകൾ നന്നായിട്ട് ചെയ്തു. അതിലനൂറ പ്രോബ്ലം വന്നപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തത് അനീഷേട്ടനായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറഞ്ഞു. അപ്പം അനീഷേട്ടനെ പറഞ്ഞത് അനുമോൾ മാത്രമാണ്. അനീഷേട്ടൻ അനുമോളുടെ കൂടെ ആ ഒരു ആഴ്ച മൊത്തം നടന്ന് അനുമോളാണ് ശരിയെന്ന് പറഞ്ഞു നടന്നെങ്കിലും ഈ വട്ടം ബോധപൂർവം അനുമോളെ അനീഷേട്ടൻ ഒഴിവാക്കി നെവിൻ്റെ പേര് പറയുകയാണ് ചെയ്തത്.